കാലാവസ്ഥയും സാഹചര്യം വലിയ തോതിൽ കാറ്റടിച്ചുകൊണ്ടാണ് മഴ പെയ്യുന്നത്. ബൈജൂര് പോലും അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു വലിയ പ്രയാസം ദൃശ്യങ്ങളിൽ പ്രകടമാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും പാടുപെട്ടാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കാലാവസ്ഥക്കെതിരെ പൊരുതുന്ന ഒരു സാഹചര്യം. എന്തായാലും ഈ കാലാവസ്ഥ ഒരു തരത്തിലും പ്രതികൂലമാകരുത് എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ബൈജു, ഈ നദി കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ ആ പ്രോസസ്സിലേക്കാണ് പോവുക. ഇന്നലെ ഈ വിദഗ്ധർ ഉൾപ്പെടെ പറഞ്ഞു, ബാർജ് പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് അത്തരത്തിൽ ആ തെരച്ചിലിന്റെ ദിശ മാറ്റുന്ന കാര്യം. ദൗത്യ സംഘത്തിന്റെ ഒരു പ്ലാൻ എന്തായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? എൽദോ, ഈ ഇപ്പോൾ ലോറി കണ്ടെത്തിയ സ്ഥലത്തിന് ചുറ്റുമുള്ള മണ്ണ് പരമാവധി നീക്കുക, മുങ്ങൽ വിദഗ്ധർക്ക് ഈ ലോറിയുടെ ക്യാബിനിലെത്താനുള്ള സൗകര്യമൊരുക്കുക, അത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനം. ആ ഒരു പ്രവർത്തനമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയ തോതിലുള്ള കാറ്റ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല, അതുപോലെ തന്നെ തെരച്ചിൽ സംഘത്തെ ബാധിക്കുന്നതല്ല. കാരണം ഇതിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്നെങ്കിലും 10 നാളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ നൽകാനും ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ രക്ഷാപ്രവർത്തകരുണ്ടാവും, ഒപ്പം നമ്മളും ഉണ്ടാവും കൃത്യമായ വിവരങ്ങൾ എത്തിക്കാൻ. എന്തായാലും ഈ ഡ്രോൺ ഉപയോഗിക്കുന്ന കാര്യത്തിലാണ് വലിയ അനിശ്ചിതത്വം ഉണ്ടാവുക. ഇത്തരത്തിൽ കാറ്റും മഴയും വന്നാൽ അത് ഒരു മണിക്കൂറെങ്കിലും തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ടായാലേ ആ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്താൻ പറ്റുമെന്നാണ് ഇന്ദ്രപാൽ അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും അത് ആ സമയത്ത് അത്തരമൊരു നല്ല കാലാവസ്ഥ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ഇത്തരത്തിൽ വലിയ സമയം 1 മണിക്കൂറൊക്കെ ഇത്തരത്തിൽ കാലാവസ്ഥ വളരെ തെളിഞ്ഞ കാലാവസ്ഥ നമ്മൾ ഇവിടെ കണ്ടതാണ്. കാരണം കഴിഞ്ഞ അത്ര ദിവസം ഈ തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ പ്രദേശത്തുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥയ്ക്ക് അതിജീവിച്ചാണ് നമ്മൾ ഇവിടുന്ന് ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ ഏതെങ്കിലും തരത്തിൽ ഈ രക്ഷാപ്രവർത്തകരെ ഇതുവരെ ബാധിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, തെരച്ചിൽ നിർത്തുന്നതും കണ്ടിട്ടില്ല. നമുക്ക് ആകെ ഈ ആശങ്കയുണ്ടാവുക ഈ ഡ്രോൺ പറത്തുന്ന കാര്യത്തിലാണ്. എന്തായാലും അത് 12 മണിയെങ്കിലും എത്തുമ്പോഴേക്കും അപ്പോഴേക്കും അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എൽദോ, അനുകൂലമായിട്ടുള്ള സാഹചര്യം പ്രതീക്ഷിക്കുകയാണ് നമ്മൾ എല്ലാവരും. അത് ആത്മാർത്ഥമായി തന്നെയുള്ള ആഗ്രഹവും പ്രതീക്ഷയുമാണ്. നമ്മൾ എത്ര ദിവസമായി നമ്മുടെ പ്രിയപ്പെട്ട അർജുന് വേണ്ടി കാത്തിരിക്കുന്നു. ദിവസങ്ങൾ എണ്ണി നീണ്ടു പോകുമ്പോൾ ഇത് 10ാം നാളിലേക്ക് എത്തി. 10ാം നാളിൽ നമ്മൾക്ക് അർജുനെ കണ്ടെത്തണം, അർജുനിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ആ ലോറി അവിടെ തലകീഴായി മറിഞ്ഞ സാഹചര്യത്തിലാണുള്ളത്. സ്കൂബ ഡൈവേഴ്സ് അവിടെ പോയി, ആ ക്യാബിനിൽ പോയി ഉള്ള പരിശോധന, അതിൻ്റെ സാഹചര്യമൊക്കെ വലിയ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണെന്നറിയാം. എങ്കിൽ പോലും ബൈജു, ഈ കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നു എന്നുള്ളത് ഒരു ഘടകം. മറ്റൊന്ന്, ബൈജു ആദ്യം പറഞ്ഞതുപോലെ ആ പുഴ കുത്തിയൊലിച്ച് ഒഴുകുന്ന ഒരു പുഴയാണ്. ബൈജുവിൻ്റെ കൂടെയൊക്കെ വല്ലാത്ത രീതിയിൽ പറക്കുന്ന കാറ്റാണ് അവിടെ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ആ പുഴയിലെ സാഹചര്യവും അതിദുഷ്കരമാണ്. ഈ സംശയം, ഈ സ്കൂബ ഡൈവേഴ്സിന് അവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള വിഷൻ കിട്ടുമോ അത്രയും ആഴത്തിലേക്ക് പോയി പരിശോധന നടത്തുമ്പോൾ? തീർച്ചയായും ആ ദൃശ്യങ്ങൾ ഇതിന് മുങ്ങൽ വിദഗ്ധർക്ക് അവർ ക്യാമറ കൊണ്ടാണ് ഇത്തരത്തിൽ പുഴയുടെ അടിത്തട്ടിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ കരയിൽ നിന്നും ഇത്തരത്തിൽ ഇതുവരെ എത്തിയാൽ കൃത്യമായ അതിന്റെ വിവരങ്ങൾ അവർക്ക് നൽകാനാകും. അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും ശ്രമം നടക്കുന്നത്. എത്രത്തോളം ഈ അടിയിൽ ദുഷ്കരമാണ് ഈ പ്രവൃത്തി എന്നൊക്കെ ഈ സംഘം മുങ്ങൽ വിദഗ്ധർ ബൈജുവിലേക്ക് മടങ്ങിയെത്താൻ ഞാൻ